അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം ഹാരിസ് എന്ന് പറയുന്ന 44 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ മരണപ്പെടുകയുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മരണം അത് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒന്നായിരുന്നു. കൊയിലാണ്ടി സ്വദേശിയാണ് ഹാരിസ്. കൊയിലാണ്ടിയിലെ മൊഹീദ്ദീൻ പള്ളിക്ക് സമീപത്താണ് ഈ ഹാരിസ് എന്ന് പറയുന്ന ഈ സഹോദരൻ താമസിച്ചിരുന്നത്. കൊയിലാണ്ടി പുതിയ മാർക്കറ്റിൽ ഇദ്ദേഹം ഒരു ബേക്കറി സ്ഥാപനം നടത്തി വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു വീട് വേണമെന്നുള്ളത്. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രമായിരിക്കില്ല. കയറിക്കിടക്കാൻ സ്വന്തമായി വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ആ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഇതുപോലെ സ്വന്തമായ ഒരു വീട് വേണം എന്നുള്ളത് തന്നെയായിരിക്കും. സ്വന്തമായ വീടില്ലാതെ വാടകയ്ക്കും മറ്റുമൊക്കെ കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. സ്വന്തമായി എത്രയും വേഗം ഒരു വീട് അവർക്ക് സ്വന്തമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഹാരിസ് എന്ന് പറയുന്ന ഈ സഹോദരനും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുകയും അദ്ദേഹം മനോഹരമായി കൊണ്ട് സ്വന്തമായി അദ്ദേഹം ഒരു വീട് നിർമ്മിക്കുകയും ചെയ്യുന്നു. അൽ ബദർ എന്നായിരുന്നു അദ്ദേഹം ആ വീടിന് പേരിട്ടത്. അത്തരത്തിൽ ആ വീടിന് മനോഹരമായ പേരിടുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം, അതായത് 1-ാം തീയതി അദ്ദേഹത്തിൻ്റെ വീട് പാലുകാച്ചലായിരുന്നു. അതായത് പുതിയ വീട്ടിലേക്ക് അദ്ദേഹം കാലെടുത്തു വെക്കുന്ന അന്നേ ദിവസം ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. ഒരുപാട് വർഷക്കാലം അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. പക്ഷെ സ്വന്തമായി വീട് വേണമെന്നുള്ള തൻ്റെ ആഗ്രഹം സഫലമാകുമ്പോൾ ആ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും കഴിയാൻ വിധിയില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം ആഗ്രഹിച്ച് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും കഴിയാൻ സാധിക്കുന്നില്ല. അൽ ബദർ എന്ന് അദ്ദേഹം പേരിട്ട ആ പുതിയ വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറി മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണ്. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ മരണകാരണം ഹൃദയാഘാതമെന്നാണ് പറയപ്പെടുന്നത്. നോക്ക്, ഇത്രയേ ഉള്ളൊരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അദ്ദേഹം കൂട്ടിവെച്ച സമ്പാദ്യം ഉപയോഗിച്ച് ആ വീട് നിർമ്മിക്കുമ്പോൾ ആ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും സന്തോഷത്തോടു കൂടി കടന്നു വരികയാണ്. അന്നേ ദിവസം വൈകുന്നേരം കുടുംബക്കാരെയും മറ്റുമൊക്കെ വിളിച്ച് റിസപ്ഷനും മറ്റു പരിപാടികളുമായി വളരെയധികം സന്തോഷത്തോടുകൂടി അതിനെയൊക്കെ ആഘോഷിക്കാനിരിക്കുന്ന ആ വീട്ടിലേക്കാണ് മരണം കടന്നെത്തിയത്. അങ്ങനെ കുടുംബക്കാർ മുഴുവനും ആ വീടിനുള്ളിൽ സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ട ആ ഒരു വീട് ഒരൊറ്റ നിമിഷം കൊണ്ട് അതൊരു മരണവീടായി മാറുകയാണ്. സന്തോഷത്തിന് പകരം അവിടെ സങ്കടങ്ങൾ അലയൊലിക്കുകയാണ്. നിങ്ങൾ നോക്കിയ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഗൃഹപ്രവേശനത്തിന്റെ അന്നേ ദിവസം തന്നെയാണ് ഫാരിസ് യാത്രയായത്. സ്വന്തമായി അദ്ദേഹം ഉണ്ടാക്കിയ വീട്ടിൽ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. പുതിയ വീട്ടിൽ അദ്ദേഹം അന്തി ഉറങ്ങുന്നതിന് പകരം ആ മനുഷ്യൻ അന്തി ഉറങ്ങിയത് ഖബറിലായിരുന്നു. ഗൃഹപ്രവേശനത്തിനായി കെട്ടിയ പന്തലിൽ ഫാരിസിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തിയതോടുകൂടി അവിടെ കൂടി നിന്നവരൊക്കെ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം ആ നാടിനെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പരിചയമുള്ളവർക്കും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിൽ വിശ്വസിക്കാനാവുന്നില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് അദ്ദേഹത്തെ പരിചയമുള്ളവരൊക്കെ. വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വീട് നിർമ്മാണം ആരംഭിച്ചത്. അത്തരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ ദിവസവും വളരെയധികം പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ആഗ്രഹിച്ചു നിർമ്മിച്ച ആ വീട്ടിൽ അദ്ദേഹം താമസിക്കാൻ തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഫാരിസും അദ്ദേഹത്തിന്റെ കുടുംബക്കാരുമൊക്കെ. അന്നേ ദിവസം രാവിലെ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ മൗലിദ് സദസ്സുകളുമൊക്കെ നടത്തി. ഒരുപാട് ഉസ്താദുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മൗലിദ് സദസ്സായിരുന്നു അത്. ആ സമയങ്ങളിലൊക്കെ ഹാരിസിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അത് വെറുമൊരു സന്തോഷം മാത്രമായിരുന്നില്ല, ഏറെക്കാലത്തെ ആഗ്രഹം സഫലീകരിച്ച സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുവാൻ സാധിച്ചത്. അങ്ങനെ രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തിന് ചെറിയ നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. പിന്നീടാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള ആ ഒരു സങ്കടകരമായ വാർത്ത അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം കേൾക്കുവാൻ സാധിച്ചത്. പഠനകാലത്ത് MSFന്റെയും SKSSFന്റെയും സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണവാർത്ത കേട്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ തടിച്ചുകൂടി. സുഹൃത്തുക്കളും കുടുംബങ്ങളും അടക്കം നൂറുകണക്കിന് പേരാണ് മുഹിയുദ്ദീൻ പള്ളി നടന്ന മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത്. പിന്നീട് ശേഷം അദ്ദേഹത്തെ മിത്തലക്കണ്ടിയിൽ കബറടക്കുകയും ചെയ്തു. ആ കബറടക്കത്തിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, അദ്ദേഹം ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിച്ചിരുന്ന, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു.
മരണപ്പെട്ട ഹാരിസ് എന്ന് പറയുന്ന ഈ സഹോദരൻ പഴയകാല വ്യാപാരിയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ അലി ഹാജിയുടെ മകൻ കൂടിയാണ്. ടൗണിലെ മിക്ക കടകളിലേക്കും ഹൽവയും ഈത്തപ്പഴവും ഹോൾസെയിൽ വിതരണം ചെയ്തത് ഈ ഹാരിസ് ആയിരുന്നു. അതിനാൽ തന്നെ വലിയൊരു സുഹൃത്ത് വലയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തമാശക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കടയിലേക്ക് എത്തുന്നവർക്ക് അദ്ദേഹം നർമ്മം കലർന്ന സംസാരത്തോടെ അദ്ദേഹം ഹലുവയും ഈത്തപ്പഴവും കഴിക്കാൻ കൊടുക്കാറുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തിന്റെ കടയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ആ മാർക്കറ്റിലെ വ്യാപാരികൾ കടകൾ അടച്ചുകൊണ്ട് ഹർത്താലും ആചരിച്ചു. എത്ര പ്രതീക്ഷകളോടുകൂടിയായിരിക്കും ഈ ലോകത്തെ ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർ നെയ്തുകൂട്ടുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരു അതിഥി കടന്നു വരുന്നത്. മരണമെന്ന് പറയുന്ന അതിഥി. അലംഘനീയമായ വിധിയാണ് മരണം. ജനിച്ചാൽ ഒരു മനുഷ്യന് മരണം നിദാനമാണ്. നിങ്ങൾക്ക് ജനനം സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് മരണവും ഉറപ്പാണ്. മരണത്തിനങ്ങനെ വലിപ്പച്ചെറുപ്പമോ ഉച്ചനീചത്വമോ ഒന്നും തന്നെയില്ല. ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ അലംഘനീയമായ ഈ വിധിക്ക് മുമ്പിൽ വിധേയനായിട്ടുണ്ട്. ഒരു ശരീരവും മരണം രുചിക്കാതിരിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പടുത്തുയർത്തപ്പെട്ട കോട്ടയ്ക്കകത്താണെങ്കിലും ശരി, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. മരണത്തിന് സ്ഥലകാല നിർണയമില്ല. താൻ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല എന്നും അവധിയെത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഭൗതിക ജീവിതത്തെ ഒരു സഞ്ചാരിയോടാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഉപമിച്ചത്. യാത്രാക്ഷീണം തീർക്കാൻ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സത്രം മാത്രമാണ് ഭൂമി. മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യമെന്നുള്ളത് പാരത്രികമാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു ഇടത്താവളം മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം. ഇഹലോകം പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന മനോഹരമായ ചില വാചകങ്ങളുണ്ട്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം നിങ്ങളോട് അടുത്തിരിക്കുന്നു. എത്ര മനോഹരമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു വാക്കുകൾ. ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അഹങ്കാരികളും ധിക്കാരികളുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മനുഷ്യനെ ഒറ്റ നിമിഷം കൊണ്ട് പിടിച്ചു നിർത്താൻ മരണചിന്തയ്ക്ക് കഴിയും. ദൈനംദിന അനുഭവങ്ങൾ തന്നെ ഇതിന് ധാരാളം മതി. എത്ര ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് ഞൊടിയിട കൊണ്ട് മരണം തകർത്തു കളയുന്നത്. വധൂവരന്മാർ ജീവിത സ്വപ്നങ്ങളുടെ സ്വർണ്ണത്തേരിലേറി സങ്കല്പങ്ങളുടെ മായിക ലോകത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ കാർ അപകടത്തിൽപ്പെടുന്നു. എല്ലാ സ്വപ്നങ്ങളും തകരുന്നു. ഇത്രയുള്ളൂ ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇത്തരത്തിൽ ഓരോ സന്തോഷത്തിന്റെയും പ്രതീക്ഷകളുടെയും സമയങ്ങളിലാണ് പ്രതീക്ഷിക്കാതെ ഒരു മനുഷ്യനിലേക്ക് മരണം വന്നെത്തിച്ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.